ഷാർജയിൽ മരിച്ച അതുല്യയുടെ വീട് സന്ദർശിക്കുകയാണ് ഇപ്പോൾ ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ തത്സമയത്തിലേക്ക്. മനോജ് ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി മനോജ്. ഇപ്പോൾ ഷാർജയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ അതുല്യയുടെ കൊല്ലം ചവറയിലെ വീട് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ സന്ദർശിക്കുകയാണല്ലോ. മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്ന് കുടുംബം ആരോപിക്കുകയുമുണ്ടായി. എന്തായാലും ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും എല്ലാ അനുകൂല നിലപാടും ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പ് കൂടിയല്ലേ ഈ സന്ദർശനത്തിലൂടെ നൽകുകയും വ്യക്തമാക്കുകയും ചെയ്യുന്നത്. രോഹിണി, അല്പസമയം മുമ്പാണ് ഈ ഭാഗത്തെ വീട്ടിലേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തിയത്. ഇപ്പോൾ ഈ അതുല്യയുടെ അച്ഛനെയും അമ്മയെയും കണ്ട് ആശ്വസിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് മൃതദേഹങ്ങൾ കൊണ്ടുവരുവാനുള്ള ഈ മൃതദേഹം അങ്ങോട്ടേക്ക് കൊണ്ടുവരുവാനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയായി എന്നുള്ള കാര്യവും അതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തങ്ങൾ ചെയ്യുമെന്നുള്ള കാര്യം പറയുകയാണ്. എന്തായാലും ഈ ഒരു കാര്യം, അതായത് ഈ അതുല്യയുടെ മരണമെന്ന് പറയുന്നത് ആദ്യം ആത്മഹത്യ എന്നുള്ള രീതിയിലായിരുന്നു. പിന്നീട് അത് കുടുംബമാണ് ഈ പരാതി നൽകിയത്. അതിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു. സതീഷിനെ സംബന്ധിച്ചിടത്തോളം സതീഷ് ഉപദ്രവിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളടക്കം നൽകിയാണ് കുടുംബം പരാതി നൽകിയത്. അതുകൊണ്ട് തന്നെ സതീഷ് ഇതിൽ കുറ്റക്കാരനാണ് എന്നുള്ളത് പോലീസ് ആദ്യ ഘട്ടം തന്നെ പറയുകയാണ്. ഈ പോലീസ് അടക്കം അതോടൊപ്പം തന്നെ കുടുംബമടക്കം ഈ കാര്യം പറയുന്നുണ്ടായിരുന്നു. എന്തായാലും പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഷാർജയിലെ നടപടിക്രമങ്ങളും പുരോഗമിച്ചു വരികയാണ്. ഷാർജയിൽ അതുല്യയുടെ സഹോദരിയും അതോടൊപ്പം തന്നെ സഹോദരി ഭർത്താവുമുണ്ട്. അവരൊക്കെ തന്നെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരുന്നുണ്ട്. അതേസമയം തന്നെ ഈ ഷാർജയിൽ സതീഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായും വിവരമുണ്ട്. മറ്റ് നടപടിക്രമം കോൺസുലേറ്റ് ഉൾപ്പെടെ വിളിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ഈ സതീഷിനെതിരെ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്നുള്ളതാണ്. തൻ്റെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെയാണ് ഈ അമ്മയും അച്ഛനുമൊക്കെ പറയുന്നത്. നേരത്തെയും ഇത്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നു. നേരത്തെ അതൊക്കെ പരിഹരിച്ചാണ് ഷാർജയിലേക്ക് പോയത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ നിരന്തരമായി ഈ ഉപദ്രവം തുടർന്നത്. നേരത്തെയും ഈ ഉപദ്രവം തുടരുമ്പോൾ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി കുടുംബത്തിന് അയച്ചു കൊടുത്തു. അങ്ങനെ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഈ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്തിരുന്നു. പിന്നീട് ഇവർ ഒത്തുതീർപ്പ് ചർച്ചകളൊക്കെയായി സതീഷിനെ വിളിച്ചു വരുത്തി സംസാരിച്ചിരുന്നു. സതീഷ് പലതവണയും ഇത്തരത്തിൽ അപേക്ഷിച്ചിരുന്നു എന്നതാണ് കുടുംബത്തോട്. വീണ്ടും ഒത്തൊരുമിച്ച് പോകാമെന്നൊക്കെ സമ്മതിച്ചാണ് വീണ്ടും ഷാർജയിലേക്ക് പോകുന്നത്. എന്നാൽ വീണ്ടും ഇത് തന്നെയായിരുന്നു സ്ഥിതി. ഈ ശാരീരികപരമായും മാനസികപരമായും അതുല്യയെ ഉപദ്രവിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ശരീരമാസകലം ഈ പാടുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ക്രൂരമായി ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ച് ദൃശ്യങ്ങളടക്കം ഈ തെളിവുകളായി നൽകിയിട്ടുണ്ടായിരുന്നു. ആ സംഭവങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് കേസെടുത്തതും മറ്റ് നടപടികളിലേക്ക് പോകുന്നതും. എന്തായാലും ഇപ്പോൾ ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ഈ വീട്ടിലേക്കെത്തി ഈ വീട്ടുകാരെ, അതായത് അതുല്യയുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ കാണുകയാണ്. കണ്ട് കാര്യങ്ങൾ തിരക്കി ഒപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുമെന്നും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിയമപരമായ കാര്യങ്ങളിലും നിർദ്ദേശം നൽകുന്നുണ്ട്. എന്തായാലും ഈ ഒരു കാര്യം ഇത് പെട്ടെന്നുണ്ടായതല്ല. അതായത് നിരന്തരമായുള്ള ആക്രമണങ്ങൾ ഈ സതീഷ് തുടർന്നിരുന്നു എന്നുള്ളത് തന്നെയാണ്. പലതരത്തിലുള്ള വാദങ്ങൾ സതീഷിൻ്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നു. എന്നാൽ അതൊന്നും തന്നെ ശരിയല്ല എന്നുള്ളതാണ് വീട്ടുകാരും പറയുന്നത്. എന്തായാലും നിലവിലിപ്പോൾ ഈ വീട്ടുകാരെ കണ്ട ശേഷം ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ ദാരുണമായിട്ടുള്ള
ഒരു സംഭവം ഇത്തരത്തിൽ ദുരൂഹത നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ആത്മഹത്യ എന്നുള്ള നിലയിലാണ് ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ കുടുംബം പറയുന്നുണ്ട് അത് ആത്മഹത്യ അല്ല എന്നുള്ളത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വീട്ടുകാർക്ക് വേണ്ട സഹായം, അതോടൊപ്പം തന്നെ നിയമപരമായിട്ടുള്ള സഹായം നൽകുന്നത്. ഇല്ല, ഇപ്പം ഞാൻ നമ്മുടെ 2 മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെടാൻ ആവശ്യമായിട്ടുള്ള നമ്പറുകൾ വീട്ടുകാർക്ക് കൈമാറിയിട്ടുണ്ട്. അതിൽ വിദേശകാര്യ വകുപ്പുമായി ഓൾറെഡി നമ്മൾ ഈ മെസ്സേജ് കൊടുക്കുകയും വിദേശകാര്യ വകുപ്പിൽ വിവരമറിയിക്കുകയും ഇവരുടെ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവാസി സംവിധാനം നമുക്ക് കഴിഞ്ഞ കുറേ നാളുകളായിട്ടുണ്ട്. ആ സംവിധാനത്തിൽപ്പെട്ട നമ്മുടെ സഹോദരന്മാരായിട്ടുള്ള ആളുകൾ ഈ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ഓൾറെഡി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവരോടും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങൾ സഹിതമാണ് ഇപ്പോൾ കേസ് കൊടുത്തിട്ടുള്ളത്. ആ ദൃശ്യങ്ങളൊക്കെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ദേഹമാസകലം പാടുകളാണ്. ക്രൂരമായി തന്നെ അതുല്യെ ഉപദ്രവിച്ചിരുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. ഒരുപാട് നമുക്കിതിൻ്റെ മുഴുവൻ നിജസ്ഥിതിയും അറിഞ്ഞിട്ട് വേണം പ്രതികരണം നടത്താൻ എന്നുള്ളതാണ്. വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വസ്തുത എന്ന് പറയുന്നത് ഇത്തരത്തിൽ ധാരാളം എന്താ പറയുക മരണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഓരോ സമയത്തും നമ്മൾ ഇത്തരത്തിൽ പെൺകുട്ടികളുടെ വേദനകൾ കേരളത്തിൽ പങ്കുവയ്ക്കപ്പെടുകയും അവരുടെ ക്രൂരമായിട്ടുള്ള മരണങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും വീണ്ടും വീണ്ടും ഇത് തുടരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും അത് വേദനാജനകവുമാണ്. ഇതിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് അന്വേഷണം നടക്കണം. അതിൻ്റെ അമ്മയും അച്ഛനും ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ അവരെല്ലാം തന്നെ മാനസികമായിട്ട് വല്ലാത്ത ഒരു അസ്വസ്ഥതയിലാണുള്ളത്. അപ്പോൾ ആദ്യം കുടുംബാംഗങ്ങളുടെ വാക്കുകൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വന്നതിന് ശേഷം അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള നിയമസഹായങ്ങൾ കാര്യങ്ങൾ എല്ലാം തന്നെ ഭാരതീയ ജനതാ പാർട്ടി ചെയ്യുമെന്ന് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ വിസ്മയ, വിപഞ്ചിക, ഒടുവിൽ ഇപ്പോൾ അതുല്യ, അങ്ങനെ തുടർച്ചയായി പെൺകുട്ടികൾ പീഡനത്തിനിരയായി മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. അതും വിദേശത്ത് ക്രൂരമായ പീഡനങ്ങൾ ഉണ്ടാകും. തീർച്ചയായിട്ടും ഇത് വളരെയധികം അതിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഞങ്ങളൊക്കെ പറയും, പക്ഷെ ഞങ്ങളെയൊക്കെ പിന്തിരിപ്പന്മാർ അല്ലെങ്കിൽ പഴഞ്ചൻ ആൾക്കാർ എന്നാണ് പറയുക. ഈ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള വ്യവസ്ഥിതി പലയിടങ്ങളിലും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പെൺകുട്ടിയെ അവളെ കൃത്യമായിട്ട് അവളെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ അവളെ അടുത്തറിയാനും പരസ്പരം ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ ആ ജീവിതത്തിൽ പൂക്കൾ താനെ കൊഴിയുകയല്ല, തല്ലിക്കൊഴിക്കുന്നത് പോലെ ഇത്തരത്തിൽ നമ്മുടെ കുട്ടികൾ വീണ്ടും വീണ്ടും ഇല്ലായ്മ ചെയ്യപ്പെടുമ്പോൾ ഒരു പക്ഷേ നമുക്ക് സമൂഹത്തിന് കുറേ കൂടി കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാനുണ്ട്. കാരണം ഒന്ന്, തെറ്റ് ചെയ്യുന്നവർക്ക് കനത്ത ശിക്ഷ കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാരണം അത് ഒരു വക്കീലുണ്ടെങ്കിൽ നിയമത്തിൻ്റെ പരിരക്ഷയിലൂടെ എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാനുള്ള ആളുകളും ഇവിടെയുണ്ട്. ഇപ്പം നമുക്ക് അറിയാമല്ലോ, സൗമ്യ ഉൾപ്പെടെയുള്ള എത്രയോ പെൺകുട്ടികളുടെ മരണം നമ്മൾ ചർച്ച ചെയ്താണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതിന് അനുസൃതമായിട്ട് നിയമത്തിന് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ നിയമ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ അവർക്ക് ഇത്തരം സാഹചര്യങ്ങളോടുള്ള താല്പര്യം എന്താണ്? അതായത് ഞങ്ങൾ ഇത്തരത്തിലുള്ള കേസുകൾ വാദിക്കില്ല എന്ന് തീരുമാനമെടുക്കാൻ സാധിക്കില്ല, പക്ഷെ അവർ വാദിക്കും. എന്നാൽ ഞങ്ങൾ സത്യത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് നിയമ നിർമ്മാണം നടത്തും എന്ന് തീരുമാനിക്കാൻ നിയമവിദഗ്ധന്മാർ മുന്നോട്ട് വരാത്തിടത്തോളം കാലം പഴുതുകൾ സൃഷ്ടിച്ചുകൊണ്ട് കള്ളന്മാർ, അക്രമികൾ, പീഡകർ രക്ഷപ്പെടുന്ന ഒരു നാടായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുന്നിൽ നിൽക്കും എന്നുള്ളതാണ്. അതൊരു വെറും പേര് മാത്രമാണ്. അതായത് ആ കുഞ്ഞു പെൺകുട്ടിയെ പെരുമ്പാവൂരിൽ പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷം ആളൂരിൻ്റെ ഓഫീസ് കൈകാര്യം ചെയ്യും എന്ന് വരെ പറയേണ്ട ഒരു സാഹചര്യം ആദ്യഘട്ടത്തിൽ എനിക്കൊക്കെ ഉണ്ടായി. അതായത് ഇത്തരത്തിലുള്ള കേസുകൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ അതിൽ സ്പെഷ്യലൈസ് ചെയ്യുകയാണ്, കാരണം കൂടുതൽ പണം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് പക്ഷേ ആളൂരിന് ഒരു മരണത്തിന് തൊട്ട് മുമ്പത്തെ സാഹചര്യമായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കണം കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ആ മനുഷ്യന് ആ കേസിൽ പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു കേസിൽ അയാൾ എടുക്കുകയും ഞാൻ പ്രതിക്ക് വേണ്ടിയിട്ട് തെറ്റ് ചെയ്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വാദിക്കില്ല എന്ന് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പറയുന്നതും നമ്മൾ കണ്ടു. പക്ഷേ അത് ഒരു പേര് മാത്രമാണ്. നിരവധി പേരുകൾ അത്തരത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനകത്തുണ്ട്. തെറ്റിൻ്റെ പിറകെ പോകാൻ പഠിച്ച് വിദ്യാഭ്യാസം നേടി കോട്ടിട്ട്
നിയമപണ്ഡിതന്മാരായിട്ട് കൂടുതൽ തെറ്റിൻ്റെ പുറകിൽ പോകാൻ ആളുകളെ സഹായിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ അതിനെ അതിജീവിക്കാൻ നല്ല നിയമവിദഗ്ധന്മാരെ ഇത്തരത്തിൽ നഷ്ടപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി ഇന്ന് ദൗർഭാഗ്യമായിട്ടുള്ളൊരു സംഭവമാണ് എങ്കിൽ കൂടി അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഞങ്ങൾ പ്രസ്ഥാനം തയ്യാറാവും. അമ്മയും അച്ഛനും ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഞങ്ങൾ മുൻനിരയിൽ തന്നെ ഉണ്ടാകും.